നമസ്കാരം. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നും. ഒരു സാധാരണ വീട് കോൺക്രീറ്റ് വർക്ക് ചെയ്യണതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ടീം റിപ്പയർ കൊച്ചിയുടെ സൈറ്റ് എഞ്ചിനീയേഴ്സിന് വേറെ കണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. പൊതുജനങ്ങൾക്ക് ഇത് പ്രയോജനമുണ്ടെന്ന് കരുതിയത് കൊണ്ടും എല്ലാ സൈറ്റ് എഞ്ചിനീയറെയും വേറെ കണ്ട് പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ടുള്ള സൈറ്റ് എഞ്ചിനീയേഴ്സാണ് മിക്കവാറും എല്ലാ സൈറ്റിലും വരിക. ഫ്രഷ് ആയിട്ടുള്ള ബിടെക് ഹോൾഡേഴ്സ് ആദ്യമായിട്ട് ചെയ്യുന്ന ജോലി സൈറ്റ് എഞ്ചിനീയറുടെ ജോലിയായിരിക്കും. അവിടെ നിന്ന് എക്സ്പീരിയൻസ് വന്ന ശേഷമാണ് അവർ അടുത്ത ലെവലുകളിലേക്കൊക്കെ പോകും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സാധാരണക്കാർക്കും പ്രയോജനപ്പെടും. ചിലപ്പോൾ പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ് മുതൽ മുകളിലേക്കുള്ള ആളുകൾക്ക് പലതും തമാശയായിട്ടാണ് തോന്നുക. പക്ഷേ ഇത്തരം ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. വീടുകളിലെ കോൺക്രീറ്റ് വർക്കിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന്, കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രീ കോൺക്രീറ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ട്. പോസ്റ്റ് കോൺക്രീറ്റിങ്ങിന് ശേഷമുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രീ കോൺക്രീറ്റിങ്ങിനെ കുറിച്ച് നോക്കാം. ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, റോ മെറ്റീരിയൽസ് ഇതെല്ലാം സ്റ്റോക്കിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റോ മെറ്റീരിയൽസ് വന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ അടുത്ത് സമാധാനം പറയേണ്ടി വരും. കമ്പനിയുടെ മുകളിലുള്ള ആൾക്കാർ അവർക്കുണ്ടാവുന്ന പ്രഷർ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും റോ മെറ്റീരിയൽസ് കൃത്യമായിട്ട് എത്തും എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ജോലികൾ തുടങ്ങുക. പണി കഴിഞ്ഞിട്ട് മൂടിയിടാനുള്ള ടാർപോളിൻ വരെ സൈറ്റിൽ എത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പിക്കുന്നത് സൈറ്റ് എഞ്ചിനീയറുടെ ജോലി തന്നെയാണ്. സ്പെയറായിട്ട് വൈബ്രേറ്റർ വേണം. പവർ സപ്ലൈയിൽ സംശയം തോന്നുന്നുണ്ട്, വലിയ പ്രോജക്റ്റൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ജനറേറ്റർ അതും എടുത്തു വെക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റി തന്നെയാണ്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരുടെ സേഫ്റ്റിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, കെട്ടിടത്തിൻ്റെ സേഫ്റ്റി ഉണ്ട്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളുടെ സേഫ്റ്റിയിൽ എപ്പോഴും നിങ്ങൾ ഒരു എഞ്ചിനീയറുടെ കണ്ണ് കൂടെ വേണം കാണാൻ വേണ്ടിയിട്ട്. ആൾക്കാർ സ്ഥിരമായിട്ട് പലകയിലൊക്കെ സിമ്പിളായിട്ട് ചവിട്ടിയൊക്കെ കയറിപ്പോണ്ടാവും. ആ പലക എങ്ങാനും ഒടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ താഴെ വീണ് കഴിഞ്ഞാലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് സൈറ്റ് എഞ്ചിനീയറുടെ കണ്ണിൽ അത് പെടണം. സ്കാഫോൾഡിങ് നിലയൊക്കെ ഇട്ട് വെക്കില്ലേ, അതൊക്കെ തെന്നിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഒരു എഞ്ചിനീയറുടെ കണ്ണ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉറപ്പിച്ച് നിർത്താൻ പറ്റും. അത് ചെയ്യണം. വെള്ളം വീഴുമ്പോൾ ചില സ്ഥലത്തൊക്കെ മണ്ണ് ഇരുന്നു പോകും. അങ്ങനത്തെ സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ സൈറ്റ് എഞ്ചിനീയറുടെ കണ്ണിൽ പെട്ടേ പറ്റുള്ളൂ. കാരണം സൈറ്റ് എഞ്ചിനീയേഴ്സ് ബിടെക് ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. ആ ഒരു കണ്ണിൽ കൂടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല വലിയ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളത് തടുക്കാൻ പറ്റും. പലപ്പോഴും പല വലിയ കമ്പനികളുടെയും വലിയ കെട്ടിട ഉടമകളുടെയും വിശ്വാസം പൂർണ്ണമായിട്ടും ഈ സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ പുറത്താണ്. അവർ വളരെയേറെ ശ്രദ്ധ കൊടുക്കണം. അവർ റിസ്ക് എടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയിലാവുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമൊന്നും ആയിരിക്കില്ല. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കില്ലേ ചില കേസിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അപകടം വന്നു എന്നൊക്കെ പറയണത് സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ശ്രദ്ധയുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും. ബീമിൻ്റെ കമ്പി കെട്ടണത്, തട്ടടിക്കണത്, ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രോയിങ് റെഫർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഡ്രോയിങ്ങിനകത്ത് ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ട് തന്നെ പോവുക. കോൺക്രീറ്റിങ്ങിന് 2 ദിവസം മുമ്പ് ഒന്നും കൂടി ഡ്രോയിങ് എടുത്ത് നോക്കുക, വെറുതെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സൈറ്റ് എഞ്ചിനീയേഴ്സ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിൽ പെടും. പിന്നെ ബീമിലും സ്ലാബിലും ഒക്കെ കമ്പി കെട്ടുമ്പോൾ ഡ്രോയിങ് വെരിഫൈ ചെയ്യണം. അത് കൂടാതെ എവിടെയെങ്കിലും ടെൻസൈൽ ലോഡ് വരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരും. ടെൻസൈൽ ലോഡ് വരുന്നിടത്ത് കമ്പി വേണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് ഉണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. പലപ്പോഴും നമ്മളുടെ പല ബീമുകളിലും ആവശ്യമില്ലാത്ത സ്ഥലത്ത് കമ്പി ഉണ്ടാവും, ആവശ്യമുള്ളിടത്ത് ഇല്ലാണ്ടിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം കാൻഡിലിവർ പോർഷനിൽ കമ്പി മോൾ വശത്തല്ലേ വേണ്ടത്. അതേ സമയത്ത് ആ കാൻഡിലിവർ പോർഷനിൽ താഴെ കമ്പി ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ താഴെ കമ്പി ഉണ്ടായാലും മുകളിൽ കമ്പി വേണം. കമ്പി കറക്റ്റായിട്ട് മോൾ വശത്ത് കൂടെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് ഉയർത്തി വെക്കാൻ വേണ്ട ബെഞ്ചൊക്കെ കൊടുക്കുക. പിന്നെ സപ്പോർട്ട് സ്പാനിൽ മിഡ് സ്പാനിൽ താഴ്വശത്തുമാണ് കമ്പി വേണ്ടതെന്നുള്ളത് അറിയാലോ. അപ്പോൾ സപ്പോർട്ട് സ്പാനിൽ കമ്പി മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ ഒറ്റയടിക്ക് അത് പെടും. അങ്ങനെ പെട്ട് കഴിയുമ്പോൾ ഡ്രോയിങ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ചില ആൾക്കാർ കമ്പി ഫുൾ ലെങ്ത് കമ്പി കിട്ടളയും. എന്തിനാ കിട്ടണേ? സപ്പോർട്ട് സ്പാനിൽ താഴെ കമ്പി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നടുഭാഗത്ത്, അതായത് മിഡ് സ്പാനിലെ കമ്പി 2 അറ്റത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ കമ്പി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതല്ലേ അവിടെ സംഭവിക്കണുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സൈറ്റ് എഞ്ചിനീയർക്ക് അറിയാവുന്നതാണ്, ഡ്രോയിങ്ങിൽ ഉണ്ടാവുന്നതാണ്. 16 mm കമ്പി 1 അടി നീളത്തിന് ഏതാണ്ട് 1/2 കിലോളം വരും.
0.48 kg ആണ്. എന്നാലും 1 കിലോ നമുക്ക് കണക്കാക്കാം. ഇന്നത്തെ വിലയ്ക്ക് ഏതാണ്ട് 50 രൂപയോളം വിലയുണ്ടാവും ഒരടി കമ്പിക്ക് 16 mm. അപ്പോൾ അത് വേസ്റ്റ് ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് കസ്റ്റമറുടെ പണമോ കമ്പനിയുടെ പണമോ മാത്രമല്ല, അത് രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് തന്നെയാണ്. അതിനിട വരരുത്. ഇനി ഷട്ടറിങ് അല്ലെങ്കിൽ നമുക്ക് തട്ടടിക്കണതിനെ കുറിച്ച് നോക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, സേഫ്റ്റി വളരെ പ്രധാനമാണ്. അതെല്ലാ രീതിയിലും നോക്കണം. ആവശ്യത്തിന് സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കണം. സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ എണ്ണവും അകലവും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അകലം കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ ഉറപ്പ് നിങ്ങൾ വില വയ്ക്കേണ്ടതാണ്. അടുപ്പിച്ച് ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു സപ്പോർട്ട് കൂടി കൊടുക്കണം. ഒരു സപ്പോർട്ടിൻ്റെ എണ്ണം കുറവ് കൊണ്ട് വരുന്ന അപകടം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ മൊത്തം ഫെയിലായി പോകും. അതിനിട വരുത്തരുത്. ബീമിന് ഡെപ്ത് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ലോഡ് കൂടുതൽ വരും. അവിടെ കൂടുതൽ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ലോഡ് വരുന്ന സമയത്ത് ബീമുകളുടെ വശങ്ങൾ വികസിച്ച് പോകും. അത് വികസിക്കാതിരിക്കാനായിട്ട് അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. വേണമെങ്കിൽ കമ്പി വെച്ച് വലിച്ചു കെട്ട്, അല്ലെങ്കിൽ കുത്തു കൊടുക്കുക, എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. അത് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് സൈറ്റ് എഞ്ചിനീയർ നിർബന്ധമായിട്ട് ചെയ്യണം. തട്ടിന് വെള്ളം ഒഴുകി പോകാനായിട്ട് ചെറിയ സ്ലോപ്പ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കണം. അല്ലെങ്കിൽ തട്ട് ഫ്ലാറ്റായിട്ട് എടുത്തിട്ട് പിന്നെ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും അൺനെസസറി ആയിട്ടുള്ള മെറ്റീരിയൽ അവിടെ കയറും, അത്രയും വെയിറ്റ് സ്ട്രക്ചറിന് കൂടും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതെ കൃത്യമായിട്ട് വാട്ടർ ലെവൽ ചെക്ക് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹണി കോമ്പിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗ്യാപ്പുകളും അടയ്ക്കണം. ഷട്ടറിൻ്റെ ഇടയിൽ 2 ഷട്ടറുകൾ തമ്മിൽ വരുന്ന ആ ഗ്യാപ്പ് കൂടെ കോൺക്രീറ്റ് ചോർന്നു കൊണ്ടിരിക്കാനായിട്ട് അവിടെ കയറിയിട്ട് ടേപ്പ് ഒട്ടിക്കാമല്ലോ നമുക്ക്. പിന്നെ പലകയുടെ ഇടയിൽ ചിലപ്പോൾ പേപ്പർ വെച്ചിട്ട് ചെറിയ ദ്വാരങ്ങളുണ്ടെങ്കിൽ അത് അടയ്ക്കണം. ഇങ്ങനെ കോൺക്രീറ്റിലെ സ്ലറി ചോർന്നു പോകുന്നതാണ് ഹണി കോമ്പിങ്ങിന് കാരണമാണ്. അപ്പോൾ ആ ചോർച്ച ഒഴിവാക്കുക. ഇനി സപ്പോർട്ടിൻ്റെ കാര്യം, മറ്റുള്ള തകരാറുകൾ, ഇപ്പോൾ നമ്മൾ കമ്പി കെട്ടണതിലൊക്കെ പറഞ്ഞ ചെറിയ പല തകരാറുകൾക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ സേഫ്റ്റി വിഷയങ്ങൾക്ക് ഒരു പരിഹാരവും ഇല്ല. കൃത്യമായിട്ട് എല്ലാ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെയും അവ സ്ട്രോങ് ആണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. പിന്നെ സപ്പോർട്ട്സ് വന്നിട്ട് ഹൊറിസോണ്ടൽ മെമ്പേഴ്സിൽ ഉറപ്പിക്കുന്നത് അത് കറക്റ്റായിട്ട് ഉറച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ സപ്പോർട്ടുകൾ മണ്ണിൽ ഉറപ്പിക്കുന്നിടത്ത് പലകയുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടോ നോക്കണം. എന്താന്ന് പറഞ്ഞാലേ പലക ചിലപ്പോൾ അങ്ങ് ഒടിഞ്ഞു പോകും. വെയിറ്റ് വരുമ്പോൾ നമ്മളിത് നോക്കുന്നത് കോൺക്രീറ്റ് കയറുന്നതിന് മുമ്പല്ലേ. കോൺക്രീറ്റ് കയറി കഴിഞ്ഞ് വെയിറ്റ് വരുന്ന സമയത്ത് ഈ പലക അങ്ങ് ഒടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ ഒരു 4-5 സെൻറ്റിമീറ്റർ വെച്ചു. അപ്പോൾ അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ മണ്ണിൽ വെള്ളം വീഴുമ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് ഉറച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം വീഴുമ്പോൾ അവിടെ ആ സപ്പോർട്ട് അങ്ങ് ഇരുന്നു പോകും. അതിനും ഇടവരരുത്. പരന്ന സീറ്റിംഗ് അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തിയേക്കുക. എല്ലാ സപ്പോർട്ടും നിങ്ങൾ പേഴ്സണലി തന്നെ പിടിച്ചു നോക്കി ഒരെണ്ണം പോലും ഇളകുന്നില്ല എന്നുള്ള ഉറപ്പാക്കണം. ചില സമയത്തെ നമ്മൾ സപ്പോർട്ട്സൊക്കെ നോക്കുമ്പോൾ അതൊന്ന് ചരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. അത് ഭാരം വരുമ്പോൾ അങ്ങ് തെന്നിപ്പോവും. അപ്പോൾ ഭാരം വരുമ്പോൾ വരാൻ സാധ്യതയുള്ള തെന്നലുകൾ അതൊരു എഞ്ചിനീയറുടെ കണ്ണുകൂടെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. അതൊക്കെ പരിഹരിക്കുക. പണിയുന്ന തൊഴിലാളികളുണ്ട് വാർക്കാൻ നടക്കുന്ന സമയത്തേ. മുകളിൽ നിന്ന് പണിയുന്ന ആൾക്കാർ, താഴത്തുള്ള ആൾക്കാർ, കമ്പനിയുടെ ആൾക്കാർ, കെട്ടിടത്തിൻ്റെ ഉടമസ്ഥർ, ഇവരുടെ എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയുന്നത് സൈറ്റ് എഞ്ചിനീയറുടെ പുറത്താണ്. സൈറ്റ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്ന് വരുന്ന വലിയ മിസ്റ്റേക്സ് ചിലപ്പോൾ പരിഹരിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങളുടെ പ്രോജക്റ്റ് ഒരു മാഗസിനിൽ പബ്ലിഷ് ചെയ്തു വരുന്നത് ഒരു പോസിറ്റീവ് റീസൺ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നമ്മൾ പലപ്പോഴും കോൺക്രീറ്റിങ്ങിനിടയിൽ അപകടം വന്നു എന്നൊക്കെ പത്രത്തിൽ വായിക്കുന്നത് ഈ സപ്പോർട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. അത് വളരെയധികം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഈ സ്റ്റേജ് അടിച്ചിട്ടുള്ള പണികളൊക്കെ ഉണ്ട്. അതിനകത്ത് വളരെ കൂടുതൽ ശ്രദ്ധ വേണം. മോളിൽ നിന്ന് വരുന്ന മുട്ട് അത് കൊണ്ടുവന്ന് ഉറപ്പിച്ചിട്ടുള്ളത് വെറുതെ ഒരു പലകയുടെ പുറത്തായിരിക്കും. ഈ മോളിൽ നിന്നുള്ള ഭാരം വരുമ്പോൾ ഈ പലകം കൊടിഞ്ഞു പോകും. അങ്ങനെ തന്നെ ആ മുട്ട് താഴ്ത്തിക്കും. അതിനിട വരരുത്. മോളിൽ നിന്ന് വരുന്ന മുട്ട് ഉറപ്പിക്കുന്നത് നല്ല ബലമുള്ള സ്ഥലത്താണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തിയേക്കുക. ഇങ്ങനെ തട്ടെല്ലാം ശരിയായിട്ട് തീർത്ത് കമ്പിയെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഡ്രോയിങ് വെച്ചിട്ട് മൊത്തം വെരിഫൈ ചെയ്യാം. ഇതിനുപേക്ഷ വിചാരിക്കരുത്. കാരണം എന്താ പറഞ്ഞാൽ വാർക്കണതിന് മുമ്പ് ഡ്രോയിങ്ങിനനുസരിച്ചിട്ടുള്ളതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് മനസ്സിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഇനിയും 2 ദിവസം ഉണ്ടാവും വാർക്കിക്ക് മുമ്പായിട്ട്. അതുകൊണ്ടാണ് തട്ടെല്ലാം അടിച്ച് തീർത്ത് കമ്പിയെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഒന്നും കൂടി ഡ്രോയിങ് വെച്ചിട്ട് വെരിഫൈ ചെയ്യണമെന്ന് പറയണം. ഇനി ഇലക്ട്രിക്കൽ ഡ്രോയിങ് അതും ഇലക്ട്രീഷ്യനുമായിട്ട് ചേർന്നിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഇലക്ട്രിക്കൽ പൈപ്പിംഗ് ചെയ്യണ കേസ് നമുക്ക് നോക്കാം. പൈപ്പ് ഇടുമ്പോൾ കമ്പിയുടെ മുകളിൽ, കമ്പിയുടെ അടി കൂടെ ആയിരിക്കുള്ളൂ പൈപ്പ് ഇടുക. അപ്പം കമ്പിയുടെ മുകളിൽ കൂടെ ആരെങ്കിലും ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് പൊട്ടാവുന്ന തരത്തിലാണെങ്കിൽ
കോൺക്രീറ്റ് ചെയ്യുന്ന ദിവസം ആൾക്കാർ അത്ര ശ്രദ്ധാപൂർവ്വം ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അവർ അശ്രദ്ധമായിട്ട് കമ്പിയുടെ മുകളിൽ കയറി ചവിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൈപ്പ് പൊട്ടില്ല എന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അങ്ങനത്തെ കേസുകൾ നിങ്ങൾ ഒഴിവാക്കണം. പൈപ്പിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ കമ്പിയിൽ ആരെങ്കിലും ചവിട്ടിയാലും ആ കമ്പിയിലത്തെ ലോഡ് വന്നിട്ട് പൈപ്പിൻ്റെ മുകളിൽ വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സീലിങ്ങിൽ വരുന്ന പവർ പോയിൻറ്റ്സ്, ഹുക്കുകൾ ഇടേണ്ടത്, ഇതെല്ലാം ഡ്രോയിങ് അനുസരിച്ചാണോ എന്നുള്ളത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. അതേപോലെ തന്നെ ഈ പൈപ്പ് ഇട്ടേക്കണതിനകത്ത് കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് സിമെൻറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൂടെ വയറ് വലിക്കാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും, തട്ട് പൊളിക്കുമ്പോൾ ഹുക്കും പൈപ്പും അത് ചിലപ്പോൾ അടിയിൽ നിന്ന് നോക്കിയാൽ കാണൂല. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ ന്യൂസ് പേപ്പർ വെച്ചിട്ടൊരു ചെറിയ മാർക്ക് കൊടുക്കുക. ഇതൊക്കെ ഉറപ്പ് വരുത്തിയേക്ക്. പ്രത്യേകിച്ച് പ്രൊഫൈൽ ലൈറ്റ് ഇപ്പോൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പ്രൊഫൈൽ ലൈറ്റ് അതിൻ്റെ പോയിൻറ്റ്സ്, സ്പോട്ട് ലൈറ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ്. സ്പോട്ട് ലൈറ്റ് ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ റൂഫില്ലാത്ത സ്ഥലത്ത് എന്തെങ്കിലും നിർത്തിൻ്റെ സ്പോട്ട് ലൈറ്റ് ഇടുക. കാരണം സ്പോട്ട് ലൈറ്റ് ഇടുമ്പോൾ അവിടെ 10 അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ ആയിരിക്കും കോൺക്രീറ്റിൻ്റെ തിക്നെസ്. അതിനകത്ത് സ്പോട്ട് ലൈറ്റിന് വേണ്ടിയിട്ടൊരു 2 ഇഞ്ചൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കോൺക്രീറ്റ് തിക്നെസ് തീരെ കുറവായിരിക്കും. പിന്നെ കഴിയുന്നതെന്നല്ല, ശരിക്കും പറയാൻ നിർബന്ധമായിട്ട് തന്നെ ഇലക്ട്രിക്കൽ ടീമിലെ ഒരാളോട് കോൺക്രീറ്റിംഗ് പൈപ്പ് ലൈനിൻ്റെ സൂപ്പർവിഷന് വേണ്ടിയിട്ട് നിൽക്കാൻ പറയണം. അത് നഷ്ടമൊന്നുമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് തന്നെ വയറ് വലിക്കാനായിട്ട് പണിയാവും. വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാണ്, മൊത്തം റോ മെറ്റീരിയൽസും ബേസ് വർക്കും തീർത്ത് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ കോൺക്രീറ്റിൻ്റെ ദിവസം നേരം പുലരാൻ ഇടവരാൻ പാടുള്ളൂ. നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർത്ത്. ഇനി നമുക്ക് കോൺക്രീറ്റിംഗ് ദിവസത്തെ ആക്ടിവിറ്റീസ് അതൊന്ന് നോക്കാം. ഒന്നും കൂടി ഡ്രോയിങ് വെച്ച് വെരിഫൈ ചെയ്തിട്ട് വേണം തുടങ്ങാനായിട്ട്. സപ്പോർട്ട് മുഴുവനും നിങ്ങൾ തലേ ദിവസം ചിലപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടി ഒന്ന് പിടിച്ചു നോക്കിയൊക്കെ എവിടെയെങ്കിലും ഇളക്കമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. മൊത്തത്തിൽ ഒരു വിഷ്വൽ ചെക്ക് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ വാൾസിൻ്റെയും കോൺക്രീറ്റിൻ്റെയും എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ആണ് നമ്മളിങ്ങനെ ഒരു പേപ്പർ ഇടുന്നത്. ഇത് കൃത്യമാണോ എന്നുള്ള ഉറപ്പാക്കുക. ഈ പേപ്പർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയൊക്കെ ഇരിക്കും. അത് ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കമ്പിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അതൊന്ന് അനങ്ങിയൊക്കെ ഇരിക്കേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെ വയ്ക്കുക. കവർ ബ്ലോക്സ് അതെല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത്, കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. പിന്നെ സെക്കൻഡ് ലെയർ വരണ കമ്പിയുണ്ട്, അത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബെഞ്ചൊക്കെ വെക്കേണ്ടി വരും. അതുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരും. എക്സ്ട്രാ ബാറുകളെല്ലാം ഉണ്ടോ എന്ന് നോക്കണം. ചില കേസിൽ ഷെയ്ഡിൻ്റെ എഡ്ജുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കമ്പികളുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. സ്ഥിരമായിട്ട് ആൾക്കാർ മറന്നു പോകുന്ന കാര്യങ്ങളാണിത്. ഇതെല്ലാം ചെയ്യണം നമ്മൾ പറഞ്ഞു വെച്ചിട്ടായിരിക്കും 2 ദിവസം മുമ്പ് പോയിട്ടുണ്ടാവുക. ചിലപ്പോൾ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ ആദ്യം അതിൻ്റെ ഒരു തിയറി ഒന്ന് പറഞ്ഞു വെക്കാം. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലോജിക്കലി എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും സിമെൻറ്റ് മിക്സിൻ്റെ എണ്ണ വേണ്ടിയിട്ട് ഒരാളെ നിർത്തണം. ഇതിനകത്ത് ഒരു കാരണവശാലും പിശുക്ക് വിചാരിക്കരുത്. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴേ പണിക്കാർ മിക്സർ മെഷീൻ്റെ അകത്തൊരു ചാക്ക് സിമെൻറ്റ് ഇടാൻ അങ്ങ് മറന്നു പോകും. മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണൽ ഉപയോഗിക്കുന്ന സമയത്ത് കളർ കൊണ്ട് അറിയാൻ പറ്റും. ഇപ്പോൾ കളർ കൊണ്ട് അറിയാൻ പറ്റില്ല. ഇവരിങ്ങനെ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കാവുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ നിർബന്ധമായിട്ട് ഒരാളെ മെറ്റൽ, സാൻഡ്, സിമെൻറ്റ്, വെള്ളം ഇത് എണ്ണ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരാളുടെ കണ്ണിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയി. ഇനി നമുക്ക് മിക്സിങ്ങിൻ്റെ കേസ് പറയാമേ. നമ്മളൊക്കെ 1:2:4 എന്ന് കേട്ടിട്ടുണ്ടാവും. ചിലർ 1:3:6 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും കോൺക്രീറ്റ് മിക്സിന്. M15, M20, M30 എന്നിങ്ങനെയൊക്കെയുള്ള ഗ്രേഡിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഗ്രേഡിങ് നമുക്ക് സൈറ്റിൽ എളുപ്പത്തിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ 1:2:4, 1.5:3 എന്നൊക്കെ പറയണം. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു തമ്പ് റൂളായിട്ട് പറയാണ്. നിങ്ങൾ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴത്തേക്ക് ചെയ്യുമ്പോൾ അത് 1.5:3 ചെയ്തേക്കുക. കാരണം വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടി ഉള്ളതാണ്. റൂഫ് സ്ലാബ്, ബീം ഇതൊക്കെ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ 1:2:4 ചെയ്യുന്നത്. ഡിസൈൻ മിക്സ് വരുമ്പോൾ ഉള്ള കേസ് ഡിഫറെൻ്റ് ആണ്. അത് നമ്മളിപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ 1:2:4 സിമെൻറ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗം സിമെൻ്റാണ്, അതിൻ്റെ നേരെ ഇരട്ടി അതാണ് 2, അത് സാൻഡാണ്, അതിൻ്റെ നേരെ ഇരട്ടി മെറ്റലാണ്. ഇങ്ങനെയും കണക്കാക്കിയാൽ മതി. അതാണ് 1:2:4 എന്ന് പറയും. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ടെക്നോളജി നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. കോഴ്സ് അഗ്രഗേറ്റ് അല്ലെങ്കിൽ മെറ്റൽ അത് നമ്മൾ അടുക്കി വെച്ചേക്കണമെന്ന് കരുതും. അതിൻ്റെ ഇടയിൽ നിറയെ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഈ ഗ്യാപ്പുകളിലേക്ക് നമ്മൾ ഫൈൻ അഗ്രഗേറ്റ് അല്ലെങ്കിൽ സാൻഡ് അതങ്ങ് നിറച്ച് വയ്ക്കും. ഇനി ഈ ഫൈൻ അഗ്രഗേറ്റിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഉണ്ടാവും. അവിടേക്ക് ആ ഫൈൻ അഗ്രഗേറ്റിനേക്കാളും ചെറിയ പാർട്ടിക്കിൾ സൈസുള്ള സിമെൻറ്റ് നമ്മൾ നിറയ്ക്കും. ഈ സിമെൻറ്റ് പാർട്ടിക്കിൾസിന് ബോണ്ടിങ് പവറും കൂടി ഉണ്ട്. ഇതാണ് കോൺക്രീറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നോളജി. ഈ പ്രോസസ്സ് പക്ഷേ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം വേണം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിങ് ശരിയാവില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാലോ സിമെൻറ്റ് കൃത്യമായിട്ട് ഇരിക്കാതിരിക്കുകയോ ഒഴുകി പോവുകയോ ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളം
അളന്ന് മാത്രമേ ചേർക്കാവൂ. അപ്പോൾ ഈ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ മിക്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടണം. ഇത് ഒരു പരിധിവരെ വിഷ്വൽ കറക്ഷൻ വഴി തന്നെയാണ് ചെയ്യുക. അത് സൈറ്റ് എഞ്ചിനീയേഴ്സ്, അവിടെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരെല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ചാക്ക് സിമെൻറ്റിന് എത്ര മെറ്റലും മണലും വേണമെന്ന് കണക്ക് കൂട്ടാം. ഈ പറഞ്ഞ 1 16 എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പേടിപ്പിക്കും. കണക്കിലെന്താ വ്യത്യാസം വരുന്നത്? കണക്ക് എല്ലാം നമുക്ക് 1:2:4 എന്ന് പറയുന്ന മിക്സ് തന്നെയാണ് സ്ലാബിന്. അതിനകത്ത് മാറ്റം വരുത്താൻ പാടില്ല. ഒരു ചാക്കിൽ ഇത്ര ചട്ടി മണൽ എന്ന് നമ്മൾ ബ്ലൈൻഡായിട്ട് തീരുമാനിക്കാനും പാടില്ല. കാരണം എന്താ പറഞ്ഞാൽ ചട്ടിയുടെ അളവ് മാറ്റം വന്നൂടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോൺക്രീറ്റ് മിക്സ് തുടങ്ങുന്നതിന് മുമ്പ് ഈ അളവ് ഫിസിക്കലി, ഞാൻ പറയുന്നത് ഓരോ സൈറ്റിലും അത് ഫിസിക്കലി നിങ്ങൾ അളക്കണം. അത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ബോധ്യപ്പെടുത്തണം. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ആൾക്കാരുണ്ടാവും അവിടെ, അവരെ ബോധ്യപ്പെടുത്തണം. കമ്പനിയുടെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങളെ ബോധ്യപ്പെടുത്തണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. സിമെൻറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലവ് കൂട്ടും. സിമെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാലോ അത് ബലം കുറയ്ക്കാൻ ഇടവരും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ എടുക്കാൻ പറ്റും? ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മെറ്റൽ ഒരു ചട്ടിയിൽ അങ്ങ് നിറയ്ക്കുക. എന്ന് പറഞ്ഞാൽ പണിക്കാരെങ്ങനെയാണോ വാരി നിറയ്ക്കുന്നത് അതേപോലെ തന്നെ നിറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ മെറ്റൽ എങ്ങനെയാണോ നിറച്ചേക്കണത് അതേ രീതിയിൽ തന്നെ മണൽ നിറയ്ക്കുക. മെറ്റൽ കൂമ്പാരം കൂട്ടിയിട്ട് മണൽ ലെവലായിട്ട് നിറയ്ക്കാൻ പാടില്ല. മെറ്റൽ കൂമ്പാരം കൂട്ടിയിട്ടാണെങ്കിൽ അതേ കൂമ്പാരം പോലെ തന്നെ മണൽ നിറയ്ക്കുക. ഇനി ഒരു ചാക്ക് സിമെൻറ്റ് എടുത്തിട്ട് ഈ മെറ്റലും മണലും എടുത്ത അതേ രീതിയിൽ തന്നെ ചട്ടിയിൽ അളക്കുക. സാധാരണഗതിയിൽ 2 മുതൽ 2.25 അല്ലെങ്കിൽ 2.5 ചട്ടി സിമെൻറ്റാണ് ഒരു ചാക്കിൽ ഉണ്ടാവുക. അത് ചട്ടിയുടെ സൈസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് 2.25 ചട്ടി സിമെൻറ്റാണ് ഒരു ചാക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് 1:2:4 എന്ന് പറയുന്ന സിമെൻറ്റ് റേഷ്യോ മിക്സിലെ 1 എന്ന് പറയുന്ന പാർട്ട്. എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന പാർട്ട് ഈ 2.25 ചട്ടിയാണ്. ഇനി ഇതിൻ്റെ നേരെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 1ന് പകരം 2, അതാണ് ഫൈൻ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സാൻഡ്. അപ്പോൾ 2.25ൻ്റെ നേരെ ഇരട്ടി 4.5 ചട്ടി സാൻഡാണ് ഇടേണ്ടത്. ഇനി വരേണ്ടത് മെറ്റലല്ലേ, അത് നേരത്തെ നമ്മൾ പറഞ്ഞ സാൻഡിൻ്റെ നേരെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2ൻ്റെ നേരെ ഇരട്ടി 4, 4.5യുടെ നേരെ ഇരട്ടി 9 ചട്ടി കോഴ്സ് അഗ്രിഗേറ്റാണ് നിങ്ങൾക്ക് തിയററ്റിക്കലി വേണ്ടത്. പക്ഷേ ഇങ്ങനെ കൃത്യമായിട്ടുള്ള തിയറിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മെറ്റൽ തെളിഞ്ഞ് നിൽക്കും. അത് കൈകൊണ്ട് ചിലപ്പോൾ ഒതുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് സിമെൻറ്റ് കണ്ടൻറ്റ് കുറയാൻ പാടില്ല. മെറ്റലും സാൻഡിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരുത്താൻ പറ്റും. ചെറിയ ചട്ടിക്ക് ഒരു ചട്ടി മെറ്റൽ കുറയ്ക്കുകയും ഒരു ചട്ടി സാൻഡ് കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് മാറാതിരിക്കുകയും വർക്കബിലിറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കോൺക്രീറ്റിംഗ് സമയത്ത് ഈ കണക്ക് എണ്ണി ഉറപ്പാക്കാനായിട്ട് ഒരാളെ നിർബന്ധമായിട്ട് നിർത്തണമെന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്. അതിനകത്ത് ഉപേക്ഷ വിചാരിക്കരുത്, നിർത്തണം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് കൂടുകയും കുറയൊന്നും ചെയ്യണില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അളന്ന് തന്നെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റില്ല. അതും നിങ്ങൾ ഉറപ്പുവരുത്തും. ഇനി നമുക്ക് തട്ടിൻ്റെ മുകളിലേക്ക് പോവാം. ചില കേസിൽ ആൾക്കാർ തലയിൽ ചുമന്ന് കൊണ്ടുവരും, ചില കേസിൽ നിലയിൽ നിന്നിട്ട് ആൾക്കാർ കൈമാറിക്കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എൻജിനീയേഴ്സിന് പ്രത്യേകിച്ച് തലവേദന ഒന്നുമില്ല. എന്നാലും സേഫ്റ്റി കാര്യങ്ങൾ, ആൾക്കാരെ സേഫ്റ്റി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഈ നിലയിൽ നിന്നിട്ടൊക്കെ ആൾക്കാർ സാധനങ്ങൾ പൊക്കുമ്പോഴേ ഒരാൾ മുകളിൽ നിൽക്കും, അയാളുടെ നേരെ താഴെ അടുത്ത ആൾ വന്നു. ഈ മുകളിൽ നിൽക്കണവൻ്റെ കയ്യിൽ നിന്ന് കഷ്ടകാലത്തിന് ചട്ടി അങ്ങനെ താഴെ കൊണ്ടു കഴിഞ്ഞാൽ അടിയിലത്തെ ആളുടെ തലയിൽ വീഴും. പിന്നെ വരുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ എൻജിനീയേഴ്സിൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലോജിക്കൽ ആയിട്ട് വരാവുന്ന അപകടങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ലിഫ്റ്റ് അല്ലെങ്കിൽ പമ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ ഉപകരണങ്ങൾ കൃത്യമായിട്ട് ആങ്കർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. ആങ്കർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയാൽ മാത്രം പോരാ. ഈ പണിക്കാർ ചിലപ്പോൾ ആങ്കർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ലോഡ് വരുമ്പോൾ അത് മറിഞ്ഞു വീഴും. അപ്പോൾ ലോഡ് വന്നു കഴിയുമ്പോൾ അത് മറിഞ്ഞു വീഴില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്നതും സൈറ്റ് എഞ്ചിനീയറുടെ ജോലി തന്നെയാണ്. കമ്പി ചെക്ക് ചെയ്യുക, ഗ്യാപ്പ് അടയ്ക്കുക, കവർ ബ്ലോക്ക് വയ്ക്കുക, ലെവൽ നോക്കുക, വാളിന് മുകളിൽ പേപ്പറിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ തലേന്ന് തന്നെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് ആവർത്തിക്കുന്നില്ല. പക്ഷേ തട്ടിൻ്റെ മുകളിൽ ട്രോളി നീക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ട്രോളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ട്രോളിയിൽ ലോഡ് കയറ്റിയിട്ട് അത് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും പണിക്കാർ. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവരിടും. പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒരു സംവിധാനം ഇട്ടിട്ടുണ്ടാവില്ല. അവൻ സിമ്പിളായിട്ട് നേരെ കമ്പിയുടെ മുകളിൽ കൂടെ കാലിയായ ട്രോളി ഉന്തിക്കൊണ്ടുവരും, കമ്പി മുഴുവൻ വളഞ്ഞു പോകും. അപ്പോൾ അത് ഇടവരുത്തരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ആ കമ്പിയുടെ മുകളിൽ 1-2 പലക ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പലക തട്ടിൻ്റെ മുകളിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ഒരു കാരണവശാലും കാലിയായ ട്രോളി കമ്പിയുടെ മുകളിൽ കൂടെ ഓടിക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല. കോൺക്രീറ്റ് ലേയിങ് അത്
കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യണേ. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോഴേ വലിയ ബീമുകളുണ്ടാവും. വലിയ ബീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 30 സെൻറ്റിമീറ്റർ ബീമൊക്കെ ആണെങ്കിൽ വലിയ ടെൻഷനൊന്നും വേണ്ട. പക്ഷേ 60 സെൻറ്റിമീറ്റർ ബീമാണെന്ന് വിചാരിക്കും. നിങ്ങൾ ആ ബീം അത് 60 സെൻറ്റിമീറ്റർ ബീം അതൊരു 6 മീറ്റർ സ്പാനൊക്കെ ഉണ്ടാവും. നിങ്ങളതിൻ്റെ ഒരു അറ്റം ക്ലീനായിട്ട് ലെവൽ ചെയ്ത് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു ബീമിൻ്റെ ഒരറ്റത്ത് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിങ്ങൾ ക്വാണ്ടിറ്റി ഫില്ല് ചെയ്തിരിക്കണം, മറ്ററ്റത്ത് ഒന്നുമില്ല. അത് ശരി, നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്ന സപ്പോർട്ടൊക്കെ വെച്ചിട്ട് അത് ചിലപ്പോൾ നേരെ നിന്നൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരറ്റത്ത് അങ്ങനെ ഫുള്ളായിട്ട് നിറയ്ക്കുക, മറ്ററ്റത്ത് ഒന്നും ഇല്ലാണ്ടിരിക്കുകയും ചെയ്യണം സംവിധാനം ഉണ്ടാവാൻ ഇടവരും. അതിന് പകരം നിങ്ങൾ മൊത്തത്തിൽ പകുതി അങ്ങ് നിറയ്ക്കുക. അതിനുശേഷം മറ്റേ ഭാഗത്ത് നിന്ന് തീർത്ത് വന്നാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കാൻഡിലിവർ പറഞ്ഞ ഭാഗങ്ങളുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അവിടെ നിങ്ങൾ നീളത്തിലങ്ങിട്ട് നിറച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ഇടിഞ്ഞു തട്ടുള്ളൂ. അപ്പോൾ അതിനിട വരരുത്. അതിന് ഓപ്പോസിറ്റ് നീളത്തിലിടുന്നതിന് വരെ വീതിപ്പാട് നിറച്ചാൽ മതി. ഇതിലേതാണ് നല്ലതെന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഒരു എഞ്ചിനീയറുടെ കണ്ണിൽ കൂടെ നോക്കുക, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇനി കോൺക്രീറ്റിൻ്റെ തിക്നെസ്സാണ്, അത് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. കനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബലം ഉണ്ടാവില്ല. കനം കൂടിക്കഴിഞ്ഞാലോ അൺനെസസറി ആയിട്ട് എക്സ്പെൻസ് കൂടും. എക്സ്പെൻസ് കൂടുതൽ മാത്രമല്ല, സ്ട്രക്ചറിന് കൂടുതൽ ഭാരം വഹിക്കേണ്ട ഉത്തരവാദിത്വം വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കോൺക്രീറ്റ് ലേ ചെയ്യുമ്പോൾ തന്നെ കനം ശ്രദ്ധിച്ചങ്ങ് പോവുക. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ 10 സെൻറ്റിമീറ്ററോ 12 സെൻറ്റിമീറ്ററോ എന്താണ് എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബെഞ്ചങ്ങ് ഉണ്ടാക്കിയിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് സ്റ്റേജ് അങ്ങ് മനസ്സിലാവും. പിന്നെ എഡ്ജുകളിൽ പലകയിൽ മാർക്ക് ചെയ്യാറുണ്ട് ആൾക്കാർ. ചിലർ ട്രോളി പോകുമ്പോൾ ട്രോളിയുടെ ബെഞ്ചിൻ്റെ സൈഡിൽ അടയാളം വയ്ക്കും. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഒരു അടയാളം വേണം, അത് നിർബന്ധമാണ്. അതുപോലെ വൈബ്രേഷൻ ഇടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. വൈബ്രേഷൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? മെറ്റലും സിമെൻറ്റും 2 വഴിക്ക് പോകും, വേർതിരിഞ്ഞ് കിടക്കും. അപ്പോൾ അത് പറ്റില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോൾ നേരെ ചൊവ്വ മിക്സ് ആവില്ല. അപ്പോൾ വൈബ്രേഷൻ കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള വൈബ്രേഷനിലാണ് എന്നുള്ളത് നിങ്ങൾ വിഷ്വലി ചെക്ക് ചെയ്താൽ മതി. അത് ചെയ്യണം. ഇനി അടുത്ത എന്താ? വൈബ്രേഷൻ കഴിഞ്ഞിട്ട് ലെവൽ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ ഒരു കമ്പി എടുത്തിട്ട് ഇങ്ങനെ വളച്ചാൽ മതി. വലിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ സിമ്പിളായിട്ട് ഒരു 8 mm കമ്പി എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വളച്ചിട്ട് ഒന്ന് വട്ടത്തിൽ കറക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടുത്തെ തിക്നെസ് അറിയാൻ പറ്റും. ആ തിക്നെസ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തി വർക്ക് ചെയ്തോ, ഒരു കുഴപ്പം വരില്ല. ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും 6 മണിക്കൂർ കഴിയുമ്പോൾ സ്പ്രിങ്കിൾ ക്യൂറിങ് ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് തീർത്തങ്ങ് ഉണങ്ങിപ്പോയിട്ട് ബ്രിറ്റിലായി പോയി എന്ന് വിചാരിക്കും, അപ്പോൾ പൊട്ടൽ വരും. അതിനിട വരാൻ പാടില്ല. കോൺക്രീറ്റിങ് തീർന്നു കഴിഞ്ഞാലും സൈറ്റ് എഞ്ചിനീയർ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. അടുത്ത ദിവസം വരമ്പ് വെക്കണം. വരമ്പ് വെക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ 2 പണിക്കാരെ നിർത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവർക്ക് മെറ്റീരിയൽ മുഴുവനും ചുവന്ന് മുകളിൽ കൊണ്ടുവരലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ മെറ്റീരിയൽ കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ ഇന്നിപ്പോൾ കോൺക്രീറ്റ് ചെയ്യണ ദിവസം ഇത്ര ആൾക്കാരില്ലേ, അവരെ കൊണ്ട് തന്നെ അതൊക്കെ അടുപ്പിച്ച് വയ്ക്കുക. പിന്നെ അവസാനം ബാക്കി വരുന്ന കോൺക്രീറ്റ് അതങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഫ്ലോർ കോൺക്രീറ്റിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ റൂഫ് സ്ലാബിന് വേണ്ടി 1:2:4 നമ്മൾ മിക്സ് ചെയ്തിട്ടേക്കണതാ. ഫ്ലോർ കോൺക്രീറ്റിന് 1:4:8 പോരെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി മണൽ, മെറ്റൽ അതൊക്കെ കൂടി ചേർത്ത് ഏതെങ്കിലും മുറിയിൽ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്ത് ഈ അവസാനം വരുന്ന മെറ്റീരിയൽ തീർക്കാനായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടേക്കുക. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ മൊത്തം ഫ്ലോർ കോൺക്രീറ്റിങ്ങിനും ഭാഗത്തിന് എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുക. കാരണം എന്താ പറഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ കോൺക്രീറ്റ് വർക്കേഴ്സിനെ നിർത്തിയാലും 2 മണി വരെ കോൺക്രീറ്റ് വർക്കേഴ്സിനെ നിർത്തിയാലും നിങ്ങൾ ഓർഗനൈസേഷനായാലും രാഷ്ട്രമായാലും സ്പെൻഡ് ചെയ്യുന്നത് ഒരേ ചിലവാണ്. അപ്പോൾ അതിനകത്ത് മാക്സിമം വോള്യൂം ഓഫ് വർക്ക് നടക്കട്ടെ. അപ്പോൾ ഈ ഫ്ലോർ കോൺക്രീറ്റിങ്ങും മെയിൻ സ്ലാബിൻ്റെ ഒപ്പം നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ഇനി അന്നത്തെ ചിലവുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അടുത്ത ദിവസത്തെ ജോലികൾ നിശ്ചയിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്യുക എന്നുള്ളതും സൈറ്റ് എഞ്ചിനീയർ ഉത്തരവാദിത്വമല്ലേ. ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ സൈറ്റ് എഞ്ചിനീയർ ഒരു കോൺക്രീറ്റിംഗ് സൈറ്റിൽ നിന്ന് ഫ്രീ ആവണുള്ളൂ.
അത് അന്നത്തെ ഫ്രീ ആവൽ മാത്രമാണ്. ഇനി പോസ്റ്റ് കോൺക്രീറ്റിങ് കിടക്കുകയാണ്. അതും കൂടി നമുക്ക് നോക്കാം. കൃത്യമായിട്ട് വെള്ളം കെട്ടി നിർത്തണം. അത് ചുരുങ്ങിയത് 12 ദിവസം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ തട്ട് പൊളിക്കാൻ പറ്റുള്ളൂ. തട്ട് പൊളിച്ച ശേഷം ടൂൾസ്, സ്കാഫോൾഡിങ് മെറ്റീരിയൽസ് ഇവ ക്ലീൻ ചെയ്ത് കൃത്യമായ ഗോഡൗണിലേക്ക് മാറ്റുക. ഇതും കൂടി ചെയ്താലേ നമുക്ക് കോൺക്രീറ്റിംഗ് എന്ന് പറയുന്ന ജോലി തീർന്നതായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മളുടെ ടീം റിപ്പയർ കൊച്ചിയിലെ സൈറ്റ് എഞ്ചിനീയേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് സാധാരണക്കാർക്കും കൂടി ഉപയോഗമാവാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് ആയിട്ട് പരസ്യപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നന്ദി. ആർക്കിടെക്ട് ശ്യാമാണ്. ടീം റിപ്പയർ കൊച്ചിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്.